ഗായ്സ് iQOO ഫിംഗർ പ്രിന്റ് കണ്ടോ ഗായ്സ്? അതിൻ്റെ ആ പവർ കണ്ടോണോ ഗായ്സ്? അയ്യോ, ഒറ്റ ഫോണും ഇല്ല ഇത്രയും പവറിൽ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നുള്ളൂ, ഫിംഗർ പതിച്ചിൽ കണ്ടോ? അയ്യോ, വേറെ ലെവല്. ഓ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്. ഓ, അഗ്രി മോനെ, വേറെ ലെവൽ. കൺഫേം ഗായ്സ്. അങ്ങനെ iQOO അങ്ങനെ ഞാൻ ലോഗിൻ ചെയ്തെല്ലാം സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മൂത്ത്നെസ് ഒരു രക്ഷയില്ല. അയ്യോ എൻ്റെ മോന്, 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ്, പീക്ക് ബ്രൈറ്റ്നെസ്. അയ്യോ, കണ്ണടിച്ചു പോകുന്ന അത്ര ഉണ്ട്. ഞാൻ എത്രയൊന്നും യൂസ് ചെയ്യത്തില്ല, ഒരു കുറച്ച് ഈ ഒരു ലെവൽ മതി. ഞാൻ ഫസ്റ്റ് പബ്ജി ഡൗൺലോഡ് ചെയ്യാൻ പോവാം. അതിന് വേണ്ടി തന്നെ ഐഫോൺ ഞാൻ വാങ്ങിച്ചതന്നെ ഗായ്സ്. പിന്നെ Asus 5S എന്ന് പറഞ്ഞ ഫോൺ കൊടുത്ത് ഞാൻ വിറ്റ് ഗായ്സ്. പകരം കുറച്ച് എക്സ്ട്രാ പൈസയും കൂടി ഇട്ടിട്ട് ഇത് വാങ്ങിച്ചാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഐഫോൺ എടുക്കാമെന്ന് ഞാൻ നോക്കിയതാണ്, പക്ഷേ ഐഫോൺ വേണ്ടെന്ന് ഞാൻ വെച്ചു. എനിക്ക് ഗെയിമിംഗ് ഒക്കെ പവർഫുള്ളായിട്ട് കളിക്കണമെങ്കിൽ എനിക്ക് iQOO മതിയെന്ന് എനിക്ക് പിന്നെ ഒരു ഉറപ്പ്. ഞാൻ iQOO വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ BGMI ഒക്കെ പവർഫുള്ളായിട്ട് പ്രോ ഗെയിമറായിട്ട് ഞാൻ കളിക്കാൻ വേണ്ടിയാണ്, ഞാൻ BGMI നല്ല പ്രോ രീതി കളിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഇത് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പോകും BGMI. അതിൻ്റെ പവർ ഡൗൺലോഡ് ചെയ്ത് പെട്ടെന്ന് ആകുന്നുണ്ടോണേ ഗൈസ്. അതിൻ്റെ പവർ കണ്ടോണം. അയ്യോ, പൊട്ടാന്ന് പറഞ്ഞ് ഇപ്പോൾ ഡൗൺലോഡ് ആകും. അയ്യോ, ഭയങ്കര ഫാസ്റ്റ്. ഇതാണ് iQOOൻ്റെ പവർ. ആൻഡ്രോയിഡിൻ്റെ കിങ് ആണെന്ന് വേണേൽ പറയാം. വേറെ ലെവൽ, സമ്മതിക്കണം. ഇതിൻ്റെ 8 Gen സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ഗൈസ്. അതിൻ്റെ പവറാണ് ഈ കാണുന്നത് നിങ്ങൾ. അയ്യോ, ഗെയിം പ്ലേ ഒരു രക്ഷയില്ല, വേറെ ലെവൽ സാധനം. Asus 5S റോബോ 5S പവറാണ് ഗൈസ് ഇത് അടിപൊളി. ഇപ്പോഴത്തെ ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ഫോണാണ് ഗൈസ്. ഗംഭീര ഒരു സാധനം. അയ്യോ, പറഞ്ഞറിയിക്കാൻ പോയി. ഇതിൻ്റെ ഫീച്ചറൊക്കെ AI വെച്ചുള്ള കളിയാണ് ഗൈസ് മൊത്തം. വേറെ ലെവൽ സാധനം. ഇപ്പം നമ്മളെയൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ എത്രയും നല്ലതാക്കി തരും, അത്രയും നല്ലതാക്കി തരും ഗൈസ്. വിവോയുടെയും iQOOൻ്റെയും കൂടെ ടൈപ്പാണ് ഗൈസ്. രണ്ടിൻ്റെ വിവോയുടെ ക്യാമറയാണ് ഇനി വരുന്നത്. അടിപൊളി ക്യാമറയാണ് ഗൈസ്. ഡൗൺലോഡ് ആയി സെറ്റായി സാധനം. അയ്യോ, 120 വോട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട് ഗൈസ്. ഇതും കൊണ്ടൊക്കെ നമുക്ക് ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്പീഡാണ് ഗൈസ്. അയ്യോ, വേറെ ലെവൽ സാധനം ഗൈസ്. iQOOൻ്റെ കൂടെ കിട്ടിയ കവർ ഇതാണ് വാങ്ങിച്ചപ്പോൾ. പക്ഷേ ഈ കവർ വലിയ ഇതില്ല, ഇതിലും കട്ടിയുള്ള കവറായിരുന്നു, ഒന്നുകൂടെ നല്ലതായിരുന്നു. അയ്യോ, ഇത് ക്യാമറ ഭയങ്കര സീനാണ്. വലിയ ക്യാമറയാണ് ഈ വെളിയിലോട്ട് നിൽക്കുന്നത്. ഇതങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ പണി പാളും. നല്ല കേസ് ഇനി വേറെ വാങ്ങിക്കണം. ഇതാണ് നേച്ചർ. മെയിനായിട്ട് ഇത് BMW കാറിൻ്റെ ആ ഒരു സ്റ്റൈലാണ് ഇത് ചെയ്തേക്കുന്ന ഡിസൈൻ. ഈ കാറിൻ്റെ ഗംഭീര ഫോണാണ് ഗൈസ്. ഈ ഫീച്ചറൊക്കെ ഇനി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് ഗൈസ് ഇതിന്. പിന്നെ ഇത് ഗ്ലാസ് ആണ് ഗൈസ്, ഗ്ലാസ് ആണ്. അടിപൊളിയാണ്, ഈ ഒരു രക്ഷയില്ല ഗായ്സ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 203 ഗ്രാം ആണ് ഗൈസ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് ഹെവി ഫോണാണ് ഗൈസ്. അകത്ത് വരുന്ന ചിപ്പ് പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ഗൈസ്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചിപ്പും കൂടെ ഉണ്ട്. iQOOൻ്റെ വേറൊരു ചിപ്പുണ്ട്. അത് ഗെയിം കളിക്കുമ്പോൾ കൂളാക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റത്തിനുള്ള ഒരു ചിപ്പാണ് ഗൈസ്. 2 ചിപ്പാണ് ടോട്ടല്. പവർഫുൾ ഫോണാണ് ഗൈസ്. അതിൻ്റെ ക്യാമറയൊക്കെ വേറെ ലെവല്. പിന്നെ ഐഫോണേക്കാളും ബെസ്റ്റ് HDR ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിലാക്കി തരുന്നത് ഇതിനാണ് ഗൈസ്. ഐഫോണിനേക്കാളും പോളി HDR ആണ് ഗൈസ് ഇത് ഫോട്ടോ എടുക്കുമ്പോൾ. പക്ഷേ വീഡിയോഗ്രാഫി വരുമ്പോൾ ഐഫോണാണ് കിങ് ആയിട്ട് എപ്പോഴും നിൽക്കുന്നത്. അങ്ങനൊരു വിഷയമുണ്ട് ഗൈസ്. ഞാൻ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ചൂസ് ചെയ്തത്. ഗെയിം കളിക്കാൻ പറ്റും, അത്യാവശ്യം ഫോട്ടോയും തരും, അത്യാവശ്യം 4K
ബാക്ക് ക്യാമറയും കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. 8K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒറ്റ ഗെയിം കളിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഗൈസ് ഈ ചൂസ് ചെയ്തത്. ഇനി അടുത്ത പ്രാവശ്യം എടുക്കാൻ പോകുന്ന ഐഫോണാണ്. അതിലൊരു വിട്ടുവീഴ്ച ഞാൻ നടത്തത്തില്ല ഗൈസ്. എന്താണേലും ഇത് ഗംഭീര ഫോട്ടോ ആണ്. അയ്യോ, ഞാൻ ഈ എടുത്ത അവസാനം എല്ലാം നിങ്ങൾ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ഗൈസ്. ഗംഭീര ഫോട്ടോ. അത് മൊത്തം AI ആണ് ഗൈസ്. പിന്നെ ഇത് നാച്ചുറലായിട്ടുള്ള ഒരു കളർ ബൂസ്റ്റിംഗ് അല്ല. ഇത് വിവോ പ്രത്യേകമായിട്ട് ഇങ്ങനെ കളർ ഇങ്ങനെ വെളുപ്പിച്ച് തരുന്ന ടൈപ്പുണ്ട്. കളറെല്ലാം ഒന്ന് എടുപ്പ് നല്ല രീതിയിലാക്കുന്നു. പിന്നെ ഈ IQൻ്റെ ഇതും കൂടെ ചേർന്നത് കൊണ്ട് നല്ല പവറും കൂടെയാണ്. അയ്യോ, ലാഗില്ല. ഒരു ഫോട്ടോ എടുത്താലും ലാഗില്ല. അന്നേരം നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിരിക്കും. ഫോക്കസിങ് ഒക്കെ പക്കയാണ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഫോക്കസ് ആയ അവിടെ നിൽക്കും. ഒരു രക്ഷയില്ല. അയ്യോ, പിന്നെ 100Hz സൂമിങ് ഉണ്ട്. നമ്മുടെ S22 അൾട്രയിലൊക്കെ കാണുന്ന പോലെ. അത് 1,00,000 രൂപയുടെ ഫോണാണ് ആ സൂമിങ്. ആ സാധനം ഈ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. അത്രയും നമുക്ക് സൂം ചെയ്യാൻ പറ്റും. 100Hz ഒക്കെ. അയ്യോ, അത്രയും അപ്ഡേറ്റ് ആയി ഫോണെല്ലാം ഗൈസ്. അയ്യോ, DSLR ഒക്കെ ഇതിൻ്റെ മുമ്പേ മാറി നിൽക്കും. ഗംഭീര സാധനമാണ്. അയ്യോ, ഇതൊക്കെ എഡിറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ DSLR അതിനേക്കാളും കൂടിയ ക്യാമറയാണെന്നേ പറയത്തുള്ളൂ. അതുപോലത്തെ ഫോട്ടോയാണെന്നേ എല്ലാം എടുത്ത് വരുമ്പോൾ. അവസാനം ഞാൻ നോക്കിയപ്പോൾ അയ്യോ, അതുകൊണ്ട് ഇപ്പോൾ 1080p 30 FPS ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. അയ്യോ, അസ്യൂസ് റോഗിനേക്കാളും 5S നല്ല ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ ഞാൻ വീഡിയോ എടുത്ത് ഗൈസ്. കുറേ അതുകൊണ്ട് പിങ്കി മോൾ കിടന്ന് ഉറങ്ങുന്നു. അയ്യോ, പിങ്കി മോളൊക്കെ സൂം ചെയ്തുകൊണ്ട് ഫോക്കസ് നല്ല അടിപൊളി ഫോക്കസ് ആയി. പക്ഷേ ഐഫോണിൻ്റെ അത്രയും വീഡിയോഗ്രാഫി ഐഫോണാണ് മികച്ചിരിക്കുന്നത്. അത് എല്ലാ കളറിലും അത് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കുന്നതാണ്. ഇത് അത്യാവശ്യം കൊള്ളാം. 4K ഒക്കെ സപ്പോർട്ടാണ്. 8K സപ്പോർട്ടാണ്. എനിക്കിഷ്ടപ്പെട്ടു നല്ലപോലെ. ഗംഭീര ഒരു ക്യാമറയാണ് ഗൈസ്. മെയിൻ ക്യാമറ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. ഇതിൻ്റെ ബാക്കിൽ പിന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഗൈസ്. ഇതിൻ്റെ മെയിൻ ക്യാമറ 50 മെഗാപിക്സലാണ് ഗൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഗൈസ്. അത് OS സപ്പോർട്ടൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് നല്ല അടിപൊളി സ്റ്റേബിളായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും ഗൈസ്. വേറെ ലെവൽ സാധനം. പിന്നെ അൾട്രാ വൈഡ് എന്ന് പറഞ്ഞ ആംഗിളിൽ എടുക്കുന്ന ലെൻസ് 50 മെഗാപിക്സലാണ് ഗൈസ്. അതും പൊളിയാണ് ഗൈസ്. എല്ലാം ബാക്ക് ക്യാമറ എല്ലാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒരു 16 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. പക്ഷേ അതൊന്ന് കൂട്ടി തന്നെ വേണമെങ്കിൽ ഒന്നുകൂടെ പൊളിയായിരുന്നേനും. ഫ്രണ്ട് ക്യാമറയാണ് ഇതിൻ്റെ വീക്ക് പോയിൻ്റ്. ആ ഒറ്റ കുഴപ്പമുള്ളൂ. ബാക്കി എല്ലാം പൊളിയാണ് ഗൈസ്. ഇത് അയ്യോ, അതും കൂടെ ഒന്ന് കൂട്ടി തന്ന. ഇത് 53,000 രൂപയാണ് ഗൈസ്. അത്രയാണ്. ഞാൻ നേരത്തെ അസ്യൂസ് വാങ്ങിച്ചതിൽ 48 ഉണ്ടായിരുന്നു. ഇത് അതിനേക്കാളുള്ള ഇച്ചിരി കൂടെ ഇരട്ടി വിലയുണ്ട്. പകുതി വിലയാണ്. പക്ഷെ 4K കൊടുക്കാമായിരുന്നു ഫ്രണ്ട് ക്യാമറ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ബാക്കിയെല്ലാം കൊള്ളാം. അയ്യോ, പിന്നെ ഈ ഫോണിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ വീണാൽ ഫോൺ പോകത്തില്ല. പിന്നെ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പിടിക്കത്തില്ല. അതുപോലെ പ്രൊട്ടക്റ്റീവായിട്ടാണ് ഗൈസ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ 53,000 രൂപയ്ക്കുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. ഇതാണ് അടിപൊളിയാണ്. വേറെ ലെവൽ. ഈ ഫോണിൻ്റെ ഏറ്റവും പവർഫുൾ സാധനമാണ് ഗൈസ് ഇത്. സൂപ്പർ മാക്രോ എന്ന് പറഞ്ഞു. ഈ സാധനം ഓൺ ആക്കി കഴിഞ്ഞാൽ DSLR മാറി നിൽക്കും. ഒരു ഫോട്ടോ എടുത്താൽ അത് വേറെ ലെവൽ സാധനം. ഒന്നും പറയാനില്ല. ഈ ഫോൺ പുലിയാണ് ഈ കാര്യത്തിൽ. ഐഫോൺ പോലും തരത്തില്ല ഇത്രയും നല്ല ഫോട്ടോ. S22 അൾട്രയും പോലും തരത്തില്ല. അതുപോലത്തെ ഗംഭീര ഫോട്ടോ ആണ് ഗൈസ് ഞാൻ എടുത്ത മൊത്തം. അതൊക്കെ നിങ്ങൾക്ക് അവസാനം കാണാം. ഞാൻ ഇപ്പോൾ ജസ്റ്റൊക്കെ എല്ലാം ഫോട്ടോ എടുക്കുവാണ് ഗൈസ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റിയും AI മൊത്തം കിടന്ന് കളിക്കുന്നു മൊത്തം. പക്ഷേ ഫോട്ടോ നമ്മൾ കാണുന്നതിനേക്കാളും പൊളിയാക്കിയാണ് ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് തരുന്നത്. ഗംഭീര സാധനം. അയ്യോ, ഒരു രക്ഷയില്ല. ഞാൻ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തു. ഞാൻ ഒരിടയ്ക്ക് ഫോട്ടോ എടുപ്പൊക്കെ നിർത്തിയാണ് ഗൈസ്. പിന്നെ എനിക്കെന്താണെന്ന് അറിയത്തില്ല. ഇത്രയും കൊള്ളാവുന്ന ഫോൺ കൈ കിട്ടിയപ്പോൾ പിന്നെ പഴയ ആ രീതിയിൽ അങ്ങ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അയ്യോ, കുറേ ഫോട്ടോ എടുത്തു പല രീതിയിലും. പൂക്കളുടെ മാക്രോ ഫോട്ടോ എടുത്തു, വൈൽഡ് ഫോട്ടോഗ്രാഫി എടുത്തു, എല്ലാം ആനിമലും എല്ലാത്തിൻ്റെ എടുത്തു. ഗംഭീര സാധനം. പിന്നെ ഈ ക്യാമറയിൽ പോർട്രേറ്റ് എടുക്കാൻ വേറെ ലെവലാണ് ഗൈസ്. DSLR പോയി മാറി നിൽക്കും ഗൈസ്. ഈ ഐഫോണിനേക്കാളും പൊളിയാണ് ഗൈസ്. അയ്യോ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലറാക്കിയിട്ട് ഒരുമാതിരി ഒരു ഫോക്കസ് ചെയ്ത് സാധനം മെയിൻ പോയിന്റ് ഫോക്കസ് ചെയ്ത് എടുക്കുന്ന കാര്യമുണ്ട്.
ഗായ്സ് പിന്നെ ഇത് ക്യാമറയുടെ കാര്യത്തിലും ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലും ഈ ഫോണിനെ തോപ്പിക്കാൻ ഒരു 2-3 വർഷത്തേക്കിന് 5-6 വർഷത്തേന് ഒരു ഫോണിന് സാധിക്കത്തില്ല ഗൈസ്. അതുപോലത്തെ ഏറ്റവും പുതിയ ചിപ്പാണ് ഗൈസ് ഇതിനകത്തിരിക്കുന്നത്. 2 ചിപ്പുണ്ട്. അതാണ് ഈ ഫോണിൻ്റെ പവർ തരുന്നത് ഗൈസ്. ഞാൻ വീഡിയോ എടുത്ത് നോക്കി ബാക്ക് ക്യാമറ അടിപൊളിയാണ് ഗൈസ്, പക്ഷേ ഫ്രണ്ട് ക്യാമറയാണ് വീക്ക് പോയിൻറ്റിൻ്റെ. അതേ ഉള്ളൊരു പ്രശ്നം. ഗായ്സ് iQ12 ഫിംഗർ പ്രിന്റ് കണ്ടോ ഗായ്സ്? അതിൻ്റെ ആ പവർ കണ്ടോണോ ഗായ്സ്? അയ്യോ, ഒറ്റ ഫോണും ഇല്ല ഇത്രയും പവർ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നുള്ളൂ, ഫിംഗർ പതിച്ചിൽ കണ്ടോ? അയ്യോ, വേറെ ലെവല്. ഓ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്. ഓ അഗ്രി മോനെ, വേറെ ലെവൽ. കൺഫേം ഗായ്സ്. അങ്ങനെ iQ12 അങ്ങനെ ഞാൻ ലോഗിൻ ചെയ്തെല്ലാം സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മൂത്ത്നെസ് ഒരു രക്ഷയില്ല. അയ്യോ എൻ്റെ മോന്, 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ്, പീക്ക് ബ്രൈറ്റ്നെസ്. അയ്യോ, കണ്ണടിച്ചു പോകുന്ന അത്രയും ഉണ്ട്. ഞാൻ എത്രയൊന്നും യൂസ് ചെയ്യത്തില്ല, ഒരു കുറച്ച് ഈ ഒരു ലെവൽ മതി. ഞാൻ ഫസ്റ്റ് PUBG ഡൗൺലോഡ് ചെയ്യാൻ പോവാം. അതിന് വേണ്ടി തന്നെ ഫോൺ ഞാൻ വാങ്ങിച്ചത് തന്നെ ഗായ്സ്. പിന്നെ Asus 5S എന്ന് പറഞ്ഞ ഫോൺ കൊടുത്ത് ഞാൻ വിറ്റ് ഗായ്സ്. പകരം കുറച്ച് എക്സ്ട്രാ പൈസയും കൂടി ഇട്ടിട്ട് ഇത് വാങ്ങിച്ചാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഐഫോൺ എടുക്കാമെന്ന് ഞാൻ നോക്കിയതാണ്, പക്ഷേ ഐഫോൺ വേണ്ടെന്ന് ഞാൻ വെച്ചു. എനിക്ക് ഗെയിമിംഗ് ഒക്കെ പവർഫുള്ളായിട്ട് കളിക്കണമെങ്കിൽ എനിക്ക് iQ മതിയെന്ന് എനിക്ക് പിന്നെ ഒരു ഉറപ്പ്, ഞാൻ iQ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ BGMI ഒക്കെ പവർഫുള്ളായിട്ട് പ്രോ ഗെയിമറായിട്ട് ഞാൻ കളിക്കാൻ വേണ്ടിയാണ്, ഞാൻ BGMI നല്ല പ്രോ രീതി കളിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഇത് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പോകും BGMI. അതിൻ്റെ പവർ ഡൗൺലോഡ് ചെയ്ത് പെട്ടെന്ന് ആകുന്നുണ്ടോണേ ഗൈസ്. അയ്യോ, അതിൻ്റെ പവർ കണ്ടോണം. അയ്യോ, പൊട്ടാന്ന് പറഞ്ഞ് ഇപ്പോൾ ഡൗൺലോഡ് ആകും. അയ്യോ, ഭയങ്കര ഫാസ്റ്റ്. ഇതാണ് iQൻ്റെ പവർ. ആൻഡ്രോയിഡിൻ്റെ കിങ് ആണെന്ന് വേണേൽ പറയാം. വേറെ ലെവൽ സമ്മതിക്കണം. ഇതിൻ്റെ 8 ജെൻ സ്നാപ്ഡ്രാഗൺ 8 ജെൻ 3 ആണ് ഗൈസ് അതിൻ്റെ പവറാണ് ഈ കാണുന്നത് നിങ്ങൾ. അയ്യോ, ഗെയിം പ്ലേ ഒരു രക്ഷയില്ല, വേറെ ലെവൽ സാധനം. Asus 5S ROG 5S പവറാണ് ഗൈസ് ഇത് അടിപൊളി. ഇപ്പോഴത്തെ ഇത് ഫ്ലാഷ് ലെവലിലെ ഫോണാണ് ഗൈസ്. ഗംഭീര ഒരു സാധനം. അയ്യോ, പറഞ്ഞറിയിക്കാൻ പോയി. ഇതിൻ്റെ ഫീച്ചറൊക്കെ AI വെച്ചുള്ള കളിയാണ് ഗൈസ് മൊത്തം. വേറെ ലെവൽ സാധനം. ഇപ്പം നമ്മളെയൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ എത്രയും നല്ലതാക്കി തരും അത്രയും നല്ലതാക്കി തരും ഗൈസ്. വിവോയുടെയും iQൻ്റെയും കൂടെ ടൈപ്പാണ് ഗൈസ്. രണ്ടിൻ്റെ വിവോയുടെ ക്യാമറയാണ് ഇനി വരുന്നത്. അടിപൊളി ക്യാമറയാണ് ഗൈസ്. ഡൗൺലോഡ് ആയി സെറ്റായി സാധനം. അയ്യോ, 120 വോട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട് ഗൈസ്. ഇതും കൊണ്ടൊക്കെ നമുക്ക് ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്പീഡാണ് ഗൈസ്. അയ്യോ, വേറെ ലെവൽ സാധനം ഗൈസ്. iQൻ്റെ കൂടെ കിട്ടിയ കവർ ഇതാണ് വാങ്ങിച്ചപ്പോൾ. പക്ഷേ ഈ കവർ വലിയ ഇതില്ല, ഇതിലും കട്ടിയുള്ള കവറായിരുന്നു ഒന്നുകൂടെ നല്ലതായിരുന്നു. അയ്യോ, ഇത് ക്യാമറ ഭയങ്കര സീനാണ്, വലിയ ക്യാമറയാണ്. ഈ വെളിയിലോട്ട് നിൽക്കുന്നു. ഇതങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ പണി പാളും. നല്ല കേസ് ഇനി വേറെ വാങ്ങിക്കണം.
ഇതാ സിഗ്നേച്ചർ. മെയിനായിട്ട് ഇത് BMW കാറിൻ്റെ ആ ഒരു സ്റ്റൈലാണ് ഇത് ചെയ്തേക്കുന്ന ഡിസൈൻ. ഈ കാറിൻ്റെ ഗംഭീര ഫോണാണ് ഗൈസ്. ഈ ഫീച്ചറൊക്കെ ഇനി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് ഗൈസ് ഇതിന്. പിന്നെ ഇത് ഗ്ലാസ് ആണ് ഗൈസ്, ഗ്ലാസ് ആണ്, അടിപൊളിയാണ്, ഈ രക്ഷയില്ല ഗൈസ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 203 ഗ്രാം ആണ് ഗൈസ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് ഹെവി ഫോണാണ് ഗൈസ്. അകത്ത് വരുന്ന ചിപ്പ് പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ഗൈസ്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചിപ്പും കൂടെ ഉണ്ട്. ഐക്യൂൻ്റെ വേറൊരു ചിപ്പുണ്ട്. അത് ഗെയിം കളിക്കുമ്പോൾ കൂളാക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റത്തിനുള്ള ഒരു ചിപ്പാണ് ഗൈസ്. 2 ചിപ്പാണ് ടോട്ടല്. പവർഫുൾ ഫോണാണ് ഗൈസ്. അതിൻ്റെ ക്യാമറയൊക്കെ വേറെ ലെവല്. പിന്നെ ഐഫോണേക്കാളും ബെസ്റ്റ് HDR ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിലാക്കി തരുന്നത് ഇതിനാണ് ഗൈസ്. ഐഫോണിനേക്കാളും പൊളി HDR ആണ് ഗൈസ് ഇത് ഫോട്ടോ എടുക്കുമ്പോൾ. പക്ഷേ വീഡിയോഗ്രാഫി വരുമ്പോൾ ഐഫോണാണ് കിങ് ആയിട്ട് എപ്പോഴും നിൽക്കുന്നത്. അങ്ങനൊരു വിഷയമുണ്ട് ഗൈസ്. ഞാൻ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ചൂസ് ചെയ്തത്. ഗെയിം കളിക്കാൻ പറ്റും, അത്യാവശ്യം ഫോട്ടോയും തരും, അത്യാവശ്യം 4K ബാക്ക് ക്യാമറയും കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, 8K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒറ്റ ഗെയിം കളിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഗൈസ് ഈ ചൂസ് ചെയ്തത്. ഇനി അടുത്ത പ്രാവശ്യം എടുക്കാൻ പോകുന്ന ഐഫോണാണ്. അതിലൊരു വിട്ടുവീഴ്ച ഞാൻ നടത്തത്തില്ല ഗൈസ്. എന്താണേലും ഇത് ഗംഭീര ഫോട്ടോയാണ്. അയ്യോ, ഞാൻ ഈ അടുത്ത അവസാനം എല്ലാം നിങ്ങൾ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ഗൈസ്. ഗംഭീര ഫോട്ടോ. അത് മൊത്തം AI ആണ് ഗൈസ്. പിന്നെ ഇത് നാച്ചുറലായിട്ടുള്ള ഒരു കളർ ബൂസ്റ്റിംഗ് അല്ല. ഇത് വിവോ പ്രത്യേകമായിട്ട് ഇങ്ങനെ കളർ ഇങ്ങനെ വെളുപ്പിച്ച് തരുന്ന ടൈപ്പുണ്ട്. കളറെല്ലാം ഒന്ന് എടുപ്പ് നല്ല രീതിയിലാക്കുന്നു. പിന്നെ ഈ ഐക്യൂൻ്റെ ഇതും കൂടെ ചേർന്നതും കൊണ്ട് നല്ല പവറും കൂടെയാണ്. അയ്യോ, ലാഗില്ല, ഒരു ഫോട്ടോ എടുത്താലും ലാഗില്ല. ഒന്നാരം നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിരിക്കും. ഫോക്കസിങ് ഒക്കെ പക്കയാണ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഫോക്കസ് ആയ അവിടെ നിൽക്കും, ഒരു രക്ഷയില്ല. അയ്യോ, പിന്നെ 100Hz സൂമിങ് ഉണ്ട്. നമ്മുടെ S22 അൾട്രയിലൊക്കെ കാണുന്ന പോലെ. അത് 1,00,000 രൂപയുടെ ഫോണാണ് ആ സൂമിങ്. ആ സാധനം ഈ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. അത്രയും നമുക്ക് സൂം ചെയ്യാൻ പറ്റും. 100Hz ഒക്കെ. അയ്യോ, അത്രയും അപ്ഡേറ്റ് ആയി ഫോണെല്ലാം ഗൈസ്. അയ്യോ, DSLR ഒക്കെ ഇതിൻ്റെ മുമ്പേ മാറി നിൽക്കും. ഗംഭീര സാധനമാണ്. അയ്യോ, ഇതൊക്കെ എഡിറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ DSLR അതിനേക്കാളും കൂടിയ ക്യാമറയാണെന്നേ പറയത്തുള്ളൂ. അതുപോലത്തെ ഫോട്ടോയാണെന്നേ എല്ലാം എടുത്ത് വരുമ്പോൾ. അവസാനം ഞാൻ നോക്കിയപ്പോൾ അയ്യോ, ഇപ്പോൾ 1080p 30 FPS ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത്. അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. അയ്യോ, അസ്യൂസ് റോഗിനേക്കാളും 5S നല്ല ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ ഞാൻ വീഡിയോ എടുത്ത് ഗൈസ്. കുറേ ആണ്ട് പിങ്കി മോൾ കിടന്ന് ഉറങ്ങുന്നു. അയ്യോ, പിങ്കി മോളൊക്കെ സൂം ചെയ്തുകൊണ്ട് ഫോക്കസ് നല്ല അടിപൊളി ഫോക്കസ് ആയി. പക്ഷേ ഐഫോണിൻ്റെ അത്രയും വീഡിയോഗ്രാഫി ഐഫോണാണ് മികച്ച് നിൽക്കുന്നത്. അത് എല്ലാ കളറിലും അത് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കുന്നതാണ്. ഇത് അത്യാവശ്യം കൊള്ളാം. 4K ഒക്കെ സപ്പോർട്ടാണ്, 8K സപ്പോർട്ടാണ്. എനിക്കിഷ്ടപ്പെട്ടു നല്ലപോലെ. ഗംഭീര ഒരു ക്യാമറയാണ് ഗൈസ്. മെയിൻ ക്യാമറ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. ഇതിൻ്റെ ബാക്കിൽ പിന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഗൈസ്. ഇതിൻ്റെ മെയിൻ ക്യാമറ 50 മെഗാപിക്സലാണ് ഗൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഗൈസ്. അത് OS സപ്പോർട്ടൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് നല്ല അടിപൊളി സ്റ്റേബിളായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും ഗൈസ്. വേറെ ലെവൽ സാധനം. പിന്നെ അൾട്രാ വൈഡ് എന്ന് പറഞ്ഞ ആംഗിളിൽ എടുക്കുന്ന ലെൻസ് 50 മെഗാപിക്സലാണ് ഗൈസ്. അതും പൊളിയാണ് ഗൈസ്. എല്ലാം ക്യാമറ ബാക്ക് ക്യാമറ എല്ലാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒരു 16 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. പക്ഷേ അതൊന്നും കൂട്ടി തന്നെ വേണമെങ്കിൽ ഒന്നുകൂടെ പൊളിയായിരുന്നേനും. ഫ്രണ്ട് ക്യാമറയാണ് ഇതിൻ്റെ വീക്ക് പോയിൻറ്റ്. ആ ഒറ്റ കുഴപ്പമുള്ളൂ, ബാക്കി എല്ലാം പൊളിയാണ് ഗൈസ്. ഇത് അയ്യോ, അതും കൂടെ ഒന്ന് കൂട്ടി തന്ന. ഇത് 53,000 രൂപയാണ് ഗൈസ്. അത്രയാണ്. ഞാൻ നേരത്തെ അസ്യൂസ് വാങ്ങിച്ചതിൽ 48 ഉണ്ടായിരുന്നു. ഇത് അതിനേക്കാളുള്ള ഇച്ചിരി കൂടെ ഇരട്ടി വിലയുണ്ട്. പകുതി വിലയാണ്. പക്ഷെ 4K കൊടുക്കാമായിരുന്നു ഫ്രണ്ട് ക്യാമറ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ബാക്കി എല്ലാം കൊള്ളാം. അയ്യോ, പിന്നെ ഈ ഫോണിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ വീണാൽ ഫോൺ പോകത്തില്ല. പിന്നെ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പിടിക്കത്തില്ല. അതുപോലെ പ്രൊട്ടക്റ്റീവായിട്ടാണ് ഗൈസ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ 53,000 രൂപയ്ക്കുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. ഇതാണ് അടിപൊളിയാണ്, വേറെ ലെവൽ.
ഈ ഫോണിൻ്റെ ഏറ്റവും പവർഫുൾ സാധനമാണ് ഗൈസ് ഇത്. സൂപ്പർ മാക്രോ എന്ന് പറഞ്ഞു. ഈ സാധനം ഓൺ ആക്കി കഴിഞ്ഞാൽ DSLR മാറി നിൽക്കും. ഒരു ഫോട്ടോ എടുത്താൽ അത് വേറെ ലെവൽ സാധനം, ഒന്നും പറയാനില്ല. ഈ ഫോൺ പുലിയാണ് ഈ കാര്യത്തിൽ. ഐഫോൺ പോലും തരത്തില്ല ഇത്രയും നല്ല ഫോട്ടോ. S22 അൾട്രയും പോലും തരത്തില്ല. അതുപോലത്തെ ഗംഭീര ഫോട്ടോ ആണ് ഗൈസ് ഞാൻ എടുത്ത മൊത്തം. അതൊക്കെ നിങ്ങൾക്ക് അവസാനം കാണാം. ഞാൻ ഇപ്പോൾ ജസ്റ്റൊക്കെ എല്ലാം ഫോട്ടോ എടുക്കുവാണ് ഗൈസ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റിയും AI മൊത്തം കിടന്ന് കളിക്കുന്നു മൊത്തം. പക്ഷേ ഫോട്ടോ നമ്മൾ കാണുന്നതിനേക്കാളും പൊളിയാക്കിയാണ് ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് തരുന്നത്. ഗംഭീര സാധനം. അയ്യോ ഒരു രക്ഷയില്ല. ഞാൻ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തു. ഞാൻ ഒരിടയ്ക്ക് ഫോട്ടോ എടുപ്പൊക്കെ നിർത്തിയാണ് ഗൈസ്. പിന്നെ എനിക്കെന്താണെന്ന് അറിയത്തില്ല, ഇത്രയും കൊള്ളാവുന്ന ഫോൺ കൈ കിട്ടിയപ്പോൾ പിന്നെ പഴയ ആ രീതിയിൽ അങ്ങ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അയ്യോ കുറേ ഫോട്ടോ എടുത്തു പല രീതിയിലും. പൂക്കളുടെ മാക്രോ ഫോട്ടോ എടുത്തു, വൈൽഡ് ഫോട്ടോഗ്രാഫി എടുത്തു, എല്ലാം ആനിമലും എല്ലാത്തിൻ്റെ എടുത്തു. ഗംഭീര സാധനം. പിന്നെ ഈ ക്യാമറ പോർട്രേറ്റ് എടുക്കാൻ വേറെ ലെവലാണ് ഗൈസ്. DSLR പോലും മാറി നിൽക്കും ഗൈസ്. ഈ ഐഫോണിനേക്കാളും പൊളിയാണ് ഗൈസ്. അയ്യോ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലറാക്കിയിട്ട് ഒരുമാതിരി ഒരു ഫോക്കസ് ചെയ്ത് സാധനം മെയിൻ പോയിന്റ് ഫോക്കസ് ചെയ്ത് എടുക്കുന്ന കാര്യമുണ്ട് ഗായ്സ്. പിന്നെ ഇത് ക്യാമറയുടെ കാര്യത്തിലും ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലും ഈ ഫോണിനെ തോപ്പിക്കാൻ ഒരു 2-3 വർഷത്തേക്കിന് 5-6 വർഷത്തേന് ഒരു ഫോണിന് സാധിക്കത്തില്ല ഗൈസ്. അതുപോലത്തെ ഏറ്റവും പുതിയ ചിപ്പാണ് ഗൈസ് ഇതിനകത്തിരിക്കുന്നത്. 2 ചിപ്പുണ്ട്. അയ്യോ അതാണ് ഈ ഫോണിൻ്റെ പവർ തരുന്നത് ഗൈസ്. ഇതാണ് IQൻ്റെ വീഡിയോ ക്വാളിറ്റി. എന്തോ ഗംഭീര വീഡിയോ ക്വാളിറ്റിയാണ് കാര്യം. അയ്യോ ടൈഗർ അടുത്തോട്ട് വരുന്ന പോലെ അങ്ങ് ഫീൽ ചെയ്യും. നമുക്കിപ്പോൾ ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും. അതായി കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ. ഇതിപ്പോൾ ഫുൾ സ്ക്രീനാണ് കഴിച്ച്. ഒരു രക്ഷയില്ല. ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കുമ്പോൾ ടൈഗർ നമ്മൾ അടുത്തോട്ട് വരുന്ന പോലെ അങ്ങ് ഫീൽ ചെയ്യും ഗൈസ്. അയ്യോ അതിൻ്റെ വിളിക്കുമ്പോൾ ഒക്കെ കാണും പേടി വരും നമുക്ക് അടുത്തോട്ട് നോക്കുമ്പോൾ. ഗംഭീര കളറൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടോ ഗൈസ്. പച്ചപ്പും ആ ഒരു 2 രീതിയിലും കാണാം. ചെറുതാക്കിയും കാണാം, സൂം ഔട്ട് ചെയ്തും കാണാൻ പറ്റും. മാക്സിമം സൂം ചെയ്തും നമുക്ക് വീഡിയോ കാണാൻ പറ്റും. അയ്യോ പൊളി ഫീച്ചർ, ഗംഭീര സാധനം ഗൈസ്. ഇതാണ് 1X. ഇനിയും 2X വരും ഗൈസ്. അടിപൊളി ക്വാളിറ്റിയാണ് ഗൈസ് 2X. HDR ഒക്കെ വേറെ ലെവല്. 3X ഉണ്ട്. അത് ഗംഭീര സാധനം. എന്നിട്ട് ഇത് കല്ലിൻ്റെ ഫോട്ടോ എടുത്താണ് ഗൈസ്. ഇത് 1X. ഇനി അടുത്ത 2X വരും. 2X ഇത് 2X. ഇനിയും 3X വരും. അത് ഗംഭീര സാധനം. ഇനി ഒരു 6X വരും. അടിപൊളി മാക്രോ ഷോട്ട്, സൂപ്പർ മാക്രോ എന്ന് പറയുന്ന സാധനമാണ് ഗൈസ്. ഒരു രക്ഷയില്ല, ഗംഭീര സാധനം. ഇതാണ്ട് പക്രുവിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തപ്പോൾ എന്തോ ക്വാളിറ്റി. ഇത് നോർമൽ ക്യാമറയാണ് ഗൈസ്. ഇത് ഞാൻ എടുത്തേക്കുന്നത് ഇതെല്ലാം ഒരു എഡിറ്റിങ്ങും ഇല്ല. ഇതാണ് ഫിൽറ്റർ യൂസ് ചെയ്ത് പോർട്രേറ്റ് എടുക്കുന്നത്. ഇവത്തേലൊരു മോഡുണ്ട്, അത് പോർട്രേറ്റ് എടുക്കാൻ അടിപൊളിയാണ്. നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്ത് പോർട്രേറ്റ് എടുക്കാം. ഇതുപോലെ അടിപൊളി സാധനം, ഒരു രക്ഷയില്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ അടിപൊളി ഫോട്ടോ ഇതൊക്കെ വേറെ ലെവൽ. ഇതാണ് നോർമൽ സെൽഫി ക്യാമറ, വലിയ കുഴപ്പമില്ല. ഇതാണ് വീഡിയോ ക്വാളിറ്റി 1080p മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. 4K ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ ഏകയുള്ള ഒരു കുഴപ്പം. എല്ലാം മികച്ച് നിൽക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് 4K എടുത്ത് കളഞ്ഞു. അത് IQ പ്രോയിലോട്ടാക്കി. IQ 12 എടുത്ത് മാറ്റി പ്രോയിൽ കൊടുത്തിട്ട് അത് ചൈനയിൽ ഇറക്കിയേക്കും പന്നന്മാർ. ഇവിടുത്തെ 4K കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ക്യാമറ അടിപൊളിയായിരുന്നു. 1080p ആണെങ്കിലും നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് മെയിൻ ക്യാമറയിലെടുത്ത 1080p വീഡിയോ. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. നല്ല ഷെയ്ക്കാതെ നല്ലപോലെ കിട്ടുന്നുണ്ട്. പക്രുവിനെയൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഗൈസ്. പിങ്ക് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല ക്ലാരിറ്റിയാണ് ഗൈസ്. സൂം ചെയ്യുമ്പോൾ കണ്ടോ, ആ HDR കണ്ടോ, എല്ലാം എടുത്തറിയാം, രോമം വരെ. അതാണ്. ഇനി അടുത്ത് 4K കാണിച്ചു തരാം ഗൈസ്. ഇതാണ് 4K 30 FPS. അത്യാവശ്യം കൊള്ളാം. മെയിൻ ക്യാമറ, ബാക്ക് ക്യാമറ അടിപൊളിയാണ്, വേറെ ലെവലാണ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും. പക്ഷേ വീഡിയോഗ്രാഫി ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐഫോണാണ് മികച്ച് നിൽക്കുന്നത്. പക്ഷേ ഫോട്ടോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ S22 അൾട്രയേക്കാളും
ഐഫോണിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇമേജാണ് IQ തരുന്നത്. ഇത് 4K 60 FPS, അടിപൊളി. ഇതും കൊള്ളാൻ നൈസാണ്. ഇനിയാണ് അടുത്ത 8K. അയ്യോ ഗംഭീര സാധനം, എൻ്റെ കിളി പോയി സാധനം കണ്ടിട്ട്. 8K വിഷ്വലാണ് കഴിച്ച്. അയ്യോ അടിപൊളി. ഉണ്ടോ അതിൻ്റെ ക്വാളിറ്റി കണ്ടോ കഴിച്ച്. 8K വേറെ ലെവലാണ് അതിനകത്ത്. സൂം ചെയ്താലും നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ടോ ഞാൻ അടുത്ത് കൊണ്ടുപോയാ പിങ്ക് മോളുടെ അടുത്ത്. പിങ്ക് മോൾ അടുത്തോട്ട് ഇങ്ങനെ വരും. ഗൈസ് ഇവിടുത്തെ എടുത്തേക്കുന്ന മൈക്രോ ഫോട്ടോ ആണ് ഗൈസ്, അടിപൊളിയാണ്. HDR ഒക്കെ വേറെ ലെവല്. അയ്യോ ഇതൊക്കെയാണ് ഗൈസ് ഞാൻ എടുത്തേക്കുന്ന ഫോട്ടോ. അടിപൊളി ഗംഭീര ഫോട്ടോ ആണ്, നാച്ചുറലാണ് എല്ലാം. മൊത്തം AI യൂസ് ചെയ്തേക്കും വേറെ ലെവലായിരിക്കുകയാണ് ഗൈസ്. പോർട്രേറ്റ് ആണ് ഗൈസ് ഇതൊക്കെ. അയ്യോ അടിപൊളി ഗംഭീര പോർട്രേറ്റ്. എഡ്ജൊക്കെ നല്ല രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത്. ഇതാണ് HDR. ആകാശത്തെയൊക്കെ കണ്ടോ. അയ്യോ ഐഫോൺ പോലും എത്തില്ല ഇത്രയൊക്കെ. ഇതൊക്കെ സൂപ്പർ മാക്രോയിൽ എടുത്താണ് ഫോട്ടോ. അടിപൊളി സാധനമാണ്. ഇത് പോർട്രേറ്റ്, നോർമൽ പോർട്രേറ്റ്, ഗംഭീര സാധനമാണ്. ഇത് വേറെ ലെവല് പോർട്രേറ്റ് ഇതൊക്കെ. അയ്യോ ഇതാണ് വൈഡ് ആംഗിൾ ഫോട്ടോ. ഇതും പൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും പോർട്രേറ്റ് ആണ്. ഇതൊക്കെ വേറെ ലെവൽ സാധനം. അയ്യോ പക്ക DSLR മാറി എനിക്ക് ഇതിൻ്റെ മുമ്പിൽ. അയ്യോ പ്രാവിനെ, അത് ദൂരെ നിൽക്കുന്ന പ്രാവാണ് ഗൈസ്. അതിനെ ഫോക്കസ് ചെയ്ത് സൂം ചെയ്തിട്ട് 6x ഇട്ട് എടുത്തേക്കുമാണ് ഗൈസ്. ഇതൊക്കെ ചെറിയ പൂവാണ് ഗൈസ് ഇതൊക്കെ. അവിടെ പിങ്കി മോളിൽ അടിപൊളി ഫോട്ടോ ആണ് ഗൈസ് ഇതൊക്കെ. ഇതെല്ലാം HDR ഒക്കെ ഒരു രക്ഷയില്ല. കളറിങ് ആണ് ഒരു മൊത്തത്തിൽ പൊളി. ഐഫോൺ 15 S24 അൾട്രയിലും പൊട്ടിച്ചു. അതിനെ എല്ലാത്തിനും പൊട്ടിച്ചു. ഇതൊക്കെ നോർമൽ ഫോട്ടോയാണ്, എന്നിട്ടും ഇത്രയും ക്വാളിറ്റി വരുന്നുണ്ട് ഗൈസ്. അടിപൊളി ഗംഭീര സാധനം, ഒന്നും പറയാനില്ല. ഫോട്ടോയുടെ കാര്യത്തിൽ പുലിയ. വീഡിയോ ക്വാളിറ്റി ഐഫോൺ മുന്നിലാണ് നിൽക്കുന്നത് ഗൈസ്. പക്ഷെ ഫോട്ടോയുടെ കാര്യത്തിൽ HDRൽ എല്ലാത്തിനും തകർത്ത് പൊട്ടിച്ചു. ആ 5 വർഷത്തേക്കിന് ഈ ഫോട്ടോ ആയിരിക്കും മികച്ച് നിൽക്കുന്നത്. ഒരു വേറൊരു ഫോണിനും തോപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് രാത്രി എടുത്ത ഫോട്ടോ ഇതൊക്കെ. എന്നിട്ടും അതിൻ്റെ ക്വാളിറ്റി കണ്ടു. സാധാരണ ഫോട്ടോയിലൊന്നും എടുത്താൽ ഇത്രയും ക്വാളിറ്റി എടുത്തില്ല, രാത്രിയിലായിട്ട് ഇത്രയും ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാമറ പവർ ഒന്നും ആലോചിച്ചെങ്കിൽ. ഇതിനകത്തിരിക്കുന്ന ചിപ്പിൻ്റെയും കൂടെ പവറുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen. ഇത് വീഡിയോ ക്വാളിറ്റി, നോർമൽ വീഡിയോ ക്വാളിറ്റിയുടെ 1080p ആണ്, 4K ഒന്നുമല്ല. എന്നിട്ട് ഇത്രയും ക്വാളിറ്റി 4K. ഇത് 4K അല്ല, ഇത് 1080p. ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കിട്ടും ഗൈസ്. ഇത് സെൽഫി ക്യാമറ നോർമൽ അടിപൊളിയാണ്. ഇത് മെയിൻ ക്യാമറ നോർമൽ ക്യാമറയാണ് ഗൈസ്. ഇതാണ് പോർട്രേറ്റ്, നിങ്ങളുടെ കിളി പോകുന്ന ഫോട്ടോ ആണ് ഗൈസ് ഇതൊക്കെ. DSLRനെയും പൊട്ടിക്കും, ഐഫോൺ 15 Pro Maxനെയും പൊട്ടിക്കും, S24 അൾട്രയും പൊട്ടിക്കും. ഇതിൻ്റെ മുമ്പിൽ ഒന്നും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഗൈസ്. HDR ഒക്കെ വേറെ ലെവൽ, ഒരു എഡിറ്റിങ്ങും ഇല്ലാത്ത നോർമൽ പോർട്രേറ്റ് ഫോട്ടോയാണ് ഗൈസ് ഇതൊക്കെ. ഇതൊക്കെ എഡിറ്റ് ചെയ്തെടുത്താൽ വേറെ ലെവലാണ്. അതാണ് ഗൈസ്, വലിയ ക്യാമറയിലൊക്കെ എടുത്താണെന്നേ പറയത്തുള്ളൂ. ക്വാളിറ്റിയൊക്കെ കണ്ടോ ഗൈസ്, ഒരു എഡിറ്റിങ്ങും ഇല്ല, നോർമൽ ഫോട്ടോ. ഞാൻ ഫുൾ ടൈം ഇപ്പോൾ ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. ഞാൻ പണ്ടൊക്കെ ഫോട്ടോ എടുത്ത് നടന്നായിരുന്നു പഴയ ഫോൺ. ഇപ്പം ഒരിടയ്ക്ക് നിർത്തിയായിരുന്നു. ഇപ്പോൾ ഈ ഫോൺ വന്നതിന് ശേഷം ഫുൾ ടൈം ഫോട്ടോ എടുക്കും. അതുപോലെ ക്വാളിറ്റിയാണ് ഇത് തരുന്നത്. അവിടെ ബോഡിയൊക്കെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നത് ഇതിനകത്തൂടെ. കളറൊക്കെ ആണെങ്കിലും മാനേജ് ചെയ്യുന്ന അടിപൊളിയാണ്, വേറെ ലെവൽ സാധനം. ഇതിനകത്തിപ്പോൾ ഇനിയും വേറെ കുറേ ഫോട്ടോ ഇനിയും സെറ്റ് ആക്കണം ഇനി. അതൊക്കെ വേറെ ലെവൽ ഫോട്ടോ. സാധാ ക്യാമറയിൽ എടുത്ത എന്ത് വധമായിട്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ആയിരുന്നു അവർ. ഇതൊക്കെ ഗംഭീര സാധനം. HDR വേറെ ലെവലാണ് ഗൈസ്. അതാണ് ഷോൾഡറിൻ്റെ ഒക്കെ ലൈറ്റിംഗ് ഒക്കെ മാനേജ് ചെയ്തിരിക്കുന്നുണ്ട് ഗൈസ്. ഇത് മാക്രോ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. മാക്രോ എടുക്കാനാണ് ഏറ്റവും പൊളി. അത് കഴിഞ്ഞാൽ പോർട്രേറ്റ്, അത് കഴിഞ്ഞേ ഉള്ളൂ എല്ലാ ഫോട്ടോ. ഇത് ഇനിയൊരു ഫോട്ടോ ഉണ്ട്. ഇതാണ് 1x സൂമിലെടുത്തേക്കുന്ന നോർമൽ ഫോട്ടോ.
അതിന് ഞാനൊരു 10x-ലോട്ടാക്കി. അപ്പം കിട്ടിയ ഫോട്ടോയാണ്. ആ വാഴ അത്ര ഇല കിട്ടി. ഇനിയൊരു 100Hz. അയ്യോ, ഇതാണ് ഗംഭീര സാധനം. 100Hz സൂമിങ്. പക്ഷേ S22 അൾട്രയാണ് അവിടെ മികച്ച് നിൽക്കുന്നത്. ഇതൊക്കെ മാക്രോ എടുക്കാൻ വേറെ ലെവൽ ഇതാണ്. അയ്യോ, ഇതൊക്കെ ചെറിയ പൂവ്. അതൊക്കെ അതുകൊണ്ട് ഈ ഒരു പ്രാവ് ഇത് അടിപൊളി സാധനം. ഇത് സാധാരണ നാടൻ പ്രാവാണ്. അതിനെടുത്ത ഫോട്ടോയാണ്. അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? ഇതിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് ആ ഫോട്ടോ കട്ട് ചെയ്തെടുത്തിട്ടും ക്വാളിറ്റി കുറയുന്നില്ല. അതുകൊണ്ട് അയ്യോ, എൻ്റെ ആ ക്യാമറയുടെ പവർ ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 പവറാണ് ഗൈസ് കളിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു ചിപ്പും കൂടെ വെച്ചിട്ടുണ്ട്. 2 ചിപ്പാണ് ഗൈസ്. ഇത് പോർട്രേറ്റ് ആക്കുകയാണ്. ഇത് പോർട്രേറ്റ് ഫിൽട്ടർ ആഡ് ചെയ്ത പോർട്രേറ്റ് ഒക്കെയാണ് ഗൈസ്. ഇതൊക്കെ വേറെ ലെവലാണ്. പക്രോൻ്റെ ഫോട്ടോ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ഗെയിമിൻ്റെ മെയിൻ പവറാണ് കാണാൻ പോകുന്നത് ഗൈസ്. മെയിൻ ആണ് പബ്ജി കൊടുക്കുക. മോൺസ്റ്റർ മോഡിലോട്ട് ഇട്ടേക്കുക ഞാൻ ഗൈസ്. ഇപ്പോൾ ഹെവി പവറാണ് ഗൈസ്. ഞാൻ ഇന്ന് സെറ്റിങ്സ് എടുത്തിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കാൻ പോവാണ് ഗൈസ്. ആണ്ട ഹൈ HDLൊക്കെ കിടക്കുവാണ്. അത് ഞാൻ കളർഫുള്ളാക്കിയിട്ട് അൾട്ര ഇട്ടു, എക്സ്ട്രീം ഇട്ടു, എല്ലാം സപ്പോർട്ടാണ്. പിന്നെ അൾട്ര HD ഇട്ടു. ഇപ്പോൾ ഗംഭീര ക്വാളിറ്റിയാണ് ഗൈസ്. വിഷ്വൽ ട്രീറ്റാണ് ഗൈസ്. ഇതിട്ടിട്ട് ഞാൻ കളിക്കാൻ പോവാം. അതിൻ്റെ സ്മൂത്ത്നെസ് കണ്ടോണേ, ഞാൻ കളി ജയിക്കുന്ന കണ്ടോണേ. ബാക്കിയുള്ളവന്മാരൊക്കെ നോക്കുമ്പോൾ ഹാക്കറാണോ എന്നൊക്കെ അതുപോലെ ഗംഭീര ഗെയിം പ്ലേ പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണം ഗൈസ്. ഞാൻ എന്നും രാത്രി ലൈവ് ചെയ്യുന്നുണ്ട് ഗൈസ്. എല്ലാവരും നിങ്ങളെല്ലാം കാണണം ഗൈസ്. Let's go. Marked a location.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇനി അടുത്തൊരു ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ് ഗൈസ്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആമസോൺ ലിങ്കാണ് ഗൈസ്. ഫ്ലിപ്കാർട്ടിൽ ഇത് കിട്ടത്തില്ല ഈ ഫോൺ. അടിപൊളി ഗംഭീര ഫോണാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ പവർ നിങ്ങളിപ്പോൾ കണ്ടതല്ലേ. എൻ്റെ കിളി എപ്പോഴേ പോയി. ഒരുത്തനൊക്കെ കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് പേടിച്ചിട്ട്.